എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? വളരെ ഞെട്ടലുണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അതിൽ പ്രധാനമായും എ.ആർ. റഹ്മാന്റെ വിവാഹമോചനത്തിന് ശേഷം നടക്കുന്ന നാടകീയമായ സംഭവ വികാസങ്ങൾ തന്നെയാണ് ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാര്യമായി മാറുന്നത്. റഹ്മാന്റെ ഭാര്യ സൈറ ബാനു തന്റെ അഭിഭാഷക മുഖാന്തരം എ.ആർ. റഹ്മാനുമായി വേർപിരിയുകയാണെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ ഹൃദയഭേദകമായ ആ വാർത്ത എ.ആർ. റഹ്മാനും സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ റഹ്മാന്റെ വിവാഹമോചനം പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിലെ ഗിറ്റാറിസ്റ്റും വിവാഹമോചനം പ്രഖ്യാപിച്ചതാണ് കൗതുകമുണർത്തുന്ന കാര്യം. റഹ്മാന്റെ ട്രൂപ്പിലെ ഗിറ്റാറിസ്റ്റ് മോഹിനി ഡേ ആണ് താൻ വിവാഹമോചിതയാകുന്നുവെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. മോഹിനിയും ഭർത്താവും സംഗീത സംവിധായകനുമായ മാർക്ക് ഹാർസച്ചും സംയുക്തമായാണ് ഈ വിവരം പങ്കുവച്ചിരിക്കുന്നത്. പരസ്പര ധാരണയോടെയാണ് തങ്ങൾ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നതെന്ന് മാർക്ക് ഹാർച്ചൂസും സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു. ജീവിതത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ട വ്യത്യസ്തമായ കാര്യങ്ങളാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അതിന് വേർപിരിയുന്നത് തന്നെയാണ് നല്ലതെന്ന് മനസ്സിലാക്കുന്നു. ഈ പരസ്പര സമ്മതത്തോടെയാണ് തീരുമാനം എടുത്തത്. ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചുവെങ്കിലും നല്ല സുഹൃത്തുക്കളായി ഞങ്ങൾ തുടരുമെന്നും മോഹിനിയും ഹാർച്ചസും പറയുന്നു. ഞങ്ങൾ ഒന്നിച്ചുള്ള പ്രോജക്റ്റുകൾ ഇതുപോലെ തന്നെ തുടരുമെന്നും മോഹിനി വ്യക്തമാക്കി. ഒരുമിച്ച് എപ്പോഴും നന്നായി വർക്ക് ചെയ്യാൻ കഴിയുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ആ ഒരു ബന്ധം ഉടനെ ഒന്നും അവസാനിക്കുകയില്ല. ഞങ്ങളുടെ രണ്ടുപേരുടെയും നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഈ തീരുമാനം. ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് പറഞ്ഞാണ് ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. വൈകാരികമായ സംഘർഷങ്ങളിൽ ഒത്തുപോകാൻ സാധിക്കാത്തതിനാൽ വേർപിരിയുന്നു എന്നാണ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ എ.ആർ. റഹ്മാന്റെ ഭാര്യ സൈറ ബാനു വ്യക്തമാക്കിയിരുന്നത്. 30ാം വിവാഹ വാർഷികം ആഘോഷിക്കാനിരിക്കെ ഇങ്ങനെയൊരു തീരുമാനം തീർത്തും വേദന നിറഞ്ഞതാണെന്നും എ.ആർ. റഹ്മാനും പറഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഈ 2 വിവാഹമോചനങ്ങൾക്ക് ശേഷവും സംശയങ്ങൾ ഉയരുകയാണ്. റഹ്മാന്റെ വിവാഹമോചനത്തിന് കാരണക്കാരി ഈ മോഹിനി തന്നെയാണോ എന്നുള്ള ചോദ്യവും കൂടി ഉയരുന്നുണ്ട്. എന്നാൽ അതിലൊന്നും കൃത്യമായ വ്യക്തതകൾ ഇല്ല. എന്തായാലും ഈ 2 വിവാഹമോചനങ്ങൾ അടുത്തടുത്തുള്ള ദിവസങ്ങളിൽ വരുമ്പോൾ കൗതുകം തന്നെയാണ് ഉയരുന്നത്.